ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2-3 ദിവസമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വ്ളോഗ് നിങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഡേ വ്ളോഗായിരുന്നില്ലേ? അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വെഡ്ഡിങ് ഡേ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് VR മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി VR മാളിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട്. മുഫാസ എന്ന് പറയുന്ന സിനിമയില്ലേ, മറ്റേ ദ ലയൺ കിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടില്ലേ, അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആമിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇത്തവണ നാച്ചോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അച്ഛനും മോൾക്കും ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാനതൊരിക്കൽ നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്നെ ഹസ്ബൻഡ് കളിയാക്കുന്നതാണ് കേട്ടോ. സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടൊന്ന് ഉറങ്ങും. ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പോൾ എന്നോട് 3D ആണ് ഫിലിം, അപ്പോൾ കണ്ണാടി വെച്ച് ഉറങ്ങിയാൽ ഞങ്ങൾ ആരും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം മേടിക്കാനായിട്ട് നമ്മൾ വന്നേക്കുവാണെന്ന്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ വഴിയെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ VR മാളിൽ തന്നെയുള്ള ഹോം സെൻറ്ററിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഫർണിച്ചർ ഐറ്റമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സാധനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതിന് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 1-2 കടയിൽ കയറിയായിരുന്നു കേട്ടോ. അവിടെ ശരവണ സ്റ്റോറിലൊക്കെ കയറിയായിരുന്നു. അവസാനം ഞങ്ങൾ pepperfry.com എന്ന് പറയുന്നൊരു ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ ഇത് ഇങ്ങനെയൊരു ഷോപ്പ് ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ആകെക്കൂടി അറിയാവുന്നത് ശരവണ സ്റ്റോറും വസന്ത് ആൻഡ് കോയും പിന്നെ ഹോം സെൻറ്ററും ഇതൊക്കെയാണ്. അപ്പോൾ എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത് pepperfry.com എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഷോപ്പുണ്ട്. നമുക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം, ഡയറക്റ്റായിട്ടും പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെന്നൈയിലെ അണ്ണാനഗറിൽ ഇതിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഷോറൂമല്ല, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഷൂറാക്കാണ് കേട്ടോ. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് pepperfry.com ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ മെയിൻ വെബ്സൈറ്റ് വരും. അതിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ ബെഡാണെങ്കിലും അതുപോലെ വീട്ടിലുള്ള ഫർണിച്ചർ ഐറ്റംസ്, സോഫ, പിന്നെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കോർ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം ഞാൻ ഷൂറാക്ക് എടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ മോഡൽസ് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഓൺലൈനിൽ നമുക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് ഓഫർ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ സെയിൽ നടക്കുന്നുണ്ട്. അത് ഓഫർ കഴിഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫർണിച്ചേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം നല്ല മോഡലുകളുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്പേസിന് പറ്റുന്ന രീതിക്കുള്ള പ്രോഡക്റ്റ്സുകൾ ഇതിൽ കിട്ടും. നല്ല മോഡലുകളാണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഹോം സെൻറ്ററിലാണെങ്കിൽ മോഡൽസുകളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. ഞങ്ങളെടുത്തേക്കുന്നത് ഈ ഒരു ഷൂ റാക്കാണ്. ഞാനിപ്പോൾ ഷൂസ് വെക്കാനല്ല കേട്ടോ ഇത് റാക്ക് ഓർഡർ ചെയ്തത്, നമുക്ക് മറ്റുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന മോഡൽ താഴെ ഇതുപോലെ ഓപ്പൺ സ്പേസ് വരുന്നൊരു മോഡലായിരുന്നു എനിക്ക് വേണ്ടത്. കാരണം എനിക്കതിൽ ബുക്സ് ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ലൈബ്രറി യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫാകുമ്പോൾ എന്തെങ്കിലും ഉള്ളിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള വലിയ ബുക്സൊന്നും നമ്മൾ മേടിക്കുന്നില്ലല്ലോ, കുറച്ച് ബുക്സല്ലേ ഉള്ളൂ. അപ്പോൾ അത് താഴത്തെ പോർഷനിൽ വെക്കാം. പിന്നെ ഞങ്ങൾ ഈ ഒരു ഷെൽഫ് എടുത്തപ്പോഴത്തേക്കും അന്ന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 3800 രൂപയായിരുന്നു.
5000-ൻ്റെ റേറ്റിനാണ് ഇത് കിടന്നത്. പക്ഷേ അന്ന് ഓഫറൊക്കെ പോയിട്ട് 3800 രൂപ, 3200 മറ്റായിരുന്നു കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ്. ബാലൻസ് പൈസ വരുന്നത് ഇതുപോലെ കാർപ്പൻ്ററിനും അതുപോലെ തന്നെ ഡെലിവറി ചാർജും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ കാർപ്പൻ്റർ നമ്മുടെ വീട്ടിൽ 2 ദിവസത്തിനകം വന്നിട്ട് അത് എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ പീസസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കവർ ഡെലിവറി ചെയ്യും പ്രോഡക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കാർപ്പൻ്റർ വീട്ടിൽ വന്നത് സെറ്റ് ചെയ്ത് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ഈസിയാണ്. നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ കാർപ്പൻ്ററെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അവർ തന്നെ കാർപ്പൻ്ററെയൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് മോഡൽസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ഓപ്പൺ ഇല്ലാത്ത മോഡലും ഉണ്ട്, പലതരത്തിലുള്ളതും ഉണ്ട്. ഇത് മൈക്കയിലുള്ള ഇതാണ്, പ്യുവർ വുഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഇതിലേക്ക് ആകുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു എൻട്രി വേ മേക്ക് ഓവർ പോലെ ചെയ്യാനാണ് ഇത് മേടിച്ചത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അത് സാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു സാധനം മേടിച്ച് തന്നാൽ മതിയെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച സാധനം. പിന്നെ തേഴ്സ്ഡേ ആണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. തേഴ്സ്ഡേ രാവിലെ തന്നെ എഴുന്നേറ്റ് ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാറുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പം നോക്കിയേ, നമ്മുടെ ആ ഒരു എൻട്രൻസിൽ ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വീടിനുള്ളിൽ ഇതുപോലെ മേക്ക് ഓവർ ചെയ്യാനും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇത്, എനിക്കിങ്ങനെ ഒരു ഷെൽഫ് മേടിക്കണമെന്നും ഇതുപോലെ എൻ്റെ ബുദ്ധയെ ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് കയറി വരുന്ന എൻട്രൻസിൽ ഇത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഉരുളിയിലുള്ള പൂക്കൾ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന രീതിക്ക് വെക്കണമെന്നുള്ളതും ആഗ്രഹമായിരുന്നു. ഞാനിത് 1 വർഷം മുന്നേ ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണത് സാധിച്ചത്. അതുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ മാത്രമല്ല, നമ്മളിന്ന് ക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടി പോകുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ തമിഴിൽ പെരുമാൾ കോവിലെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പൂക്കൾ മേടിക്കണമായിരുന്നു. ഇതുപോലെ ഉരുളിയിലിട്ട് വയ്ക്കാനും ഇതുപോലെ നമ്മുടെ പൂജാ റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത്യാവശ്യത്തിനുള്ളത് മാത്രം. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേനും ഉണ്ട് ഇവിടെ കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ കപ്പ മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് എനിക്കിങ്ങനെ കഴിക്കണമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഒരു 10 മണിക്ക് മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് ക്ഷേത്രത്തിൽ. അപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്, എപ്പോഴും വന്ന് ഈ ഷെൽഫിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്നുള്ളത്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷെൽഫിൻ്റെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം വീടിനുള്ളിൽ ഒരു പ്രത്യേക ഭംഗിയും ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ്. അത് എനിക്ക് തോന്നുന്നത് വീടിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളാണെങ്കിലും ഒക്കെ ഇവിടെ വന്ന് എപ്പോഴും വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിന് വിഷമം വരുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളതെല്ലാം മറന്നു പോകും. പിന്നെ കപ്പ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കപ്പ എന്തായാലും അതും കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ കപ്പ ഇങ്ങനെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വന്ന ഉടനെ തന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊന്നും കഴുകാതെയൊക്കെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ വന്നതിന് ശേഷം പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കപ്പ എനിക്ക് പണ്ടാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ, അതായത് കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കയ്യിൽ തന്നെ കപ്പ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്കിങ്ങനെ ഈ കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കാനുള്ളൊരു ആ ഒരു ഐഡിയ പോലും എനിക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കപ്പ മേടിക്കുന്നത് തന്നെ വളരെ കുറവായിരുന്നു. ഇനി അഥവാ മേടിച്ചാലും ഹസ്ബൻഡിൻ്റെ അച്ഛനാണത് എനിക്ക് നന്നാക്കി തരുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. പക്ഷെ പിന്നീട് എപ്പോഴോ എനിക്ക് എന്നെ തോന്നി ഇതുപോലെ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ ഇതാണ്, റോസും അതുപോലെ തന്നെ ജമന്തിയാണ് കേട്ടോ, മഞ്ഞ ജമന്തി. രണ്ടും 20 രൂപയ്ക്കാണ് മേടിച്ചത്. അതായത് റോസ് 20 രൂപയ്ക്കും ജമന്തി 20 രൂപയ്ക്കും. ഇപ്പോൾ ഈ പൊങ്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊങ്കൽ ടൈമിലൊന്നും കിട്ടത്തേ ഇല്ല കേട്ടോ. അത് 80 രൂപയ്ക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ആഴ്ച തോറും പോകുന്ന സമയത്ത് മാർക്കറ്റിൽ കയറിയിട്ട് പൂവ് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാറുണ്ട്. ഇതുപോലെ കവറിൽ തന്നെ കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ, ചൂര മീൻ കറിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട്. നമുക്കിന്ന് കപ്പയും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കപ്പയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു സൈഡിൽ വേവുന്ന ഇടയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്തായാലും വെജിറ്റബിൾസ് ഒന്ന് അടുക്കി പെറുക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. നമ്മൾ യാത്രയിലൊക്കെ ആയിരുന്ന കാരണം കൊണ്ട് കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട്. പോകുന്നതിന് മുന്നേ നമ്മൾ ക്ലീൻ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ 1 മാസത്തോളം ആയി. മാസത്തിൽ ഒരു തവണ ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ എല്ലാം കൂടി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ തറയിലോ ഒക്കെ ഒന്ന് വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അപ്പോൾ തന്നെ അതാത് സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവം എനിക്കില്ല കേട്ടോ. അപ്പോൾ എത്ര രാത്രിയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്കും ടെൻഷൻ കുറവായിരിക്കും, നമ്മുടെ ജോലികളെല്ലാം ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ ഈ ഒരു വെളുത്തുള്ളിയില്ലേ, ഇത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല പൂണ്ടാണ്, നല്ല വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് വെയിലത്ത് വെക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ കൊണ്ടുപോയി പുറത്ത് വയ്ക്കാറുണ്ട്. അതിൽ നമ്മൾ ഉണക്കി മേടിച്ചിട്ടുള്ള വലിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ, അത് കവറിലിട്ട് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ ഉണക്കത്തില്ല, അതിനെ ഉണക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വേറെ അഡീഷണലായിട്ട് നമ്മൾ വീണ്ടും ഒരു 1/4 കിലോയോളം മേടിച്ചായിരുന്നു കേട്ടോ ചെറിയ വെളുത്തുള്ളി. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് വെയിലത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ. അപ്പോൾ പലരും പറയുന്ന കാര്യമാണ്, എനിക്ക് ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും എപ്പോഴും ഹാപ്പിയാണ് എന്നൊക്കെ പലരും എന്നോട് നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും അവരത് പറയുമ്പോഴത്തേക്കും എനിക്ക് ചിരി വരാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ധിക്കരിക്കണം എന്നല്ല പറയുന്നത്, നമ്മൾ എല്ലാവരെയും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ നമ്മൾ പോകേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയാറുണ്ട് എപ്പോഴും. അത് നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സമാധാനം ഉണ്ടാവണം. നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ പോലും ഒരു സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് വീട്ടമ്മമാരുടെ പരാതി. പൊതുവെ എല്ലാവരും അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എനിക്കും ഇതേ പരാതി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിക്കാത്തത് നമ്മുടെ തന്നെ മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും വീട്ടിലെ കാര്യങ്ങൾ സകലതും ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും സിനിമ കാണുമോ അല്ലെങ്കിൽ ഫോണിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അതായത് ഈ ഫോണിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. അതായത് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സമയം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് നല്ല ഉത്സാഹമായിരിക്കും, സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്യും, ചിട്ടയോടുകൂടി ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം അല്ലെങ്കിൽ സമാധാനം കിട്ടാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തൊക്കെ തിരക്കെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും രാവിലെ ഒന്ന് ഉറക്കം എഴുന്നേൽക്കുവാണെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു 5 മണിക്ക് നിങ്ങൾക്ക്
എഴുന്നേക്കാം. ഇല്ലെങ്കിൽ രാത്രി ഇപ്പോൾ എന്തായാലും 10 മണിക്ക് ശേഷം ഉറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു 10:30ക്ക് നിങ്ങൾക്കതാക്കാം. ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ച് നേരം പോയിട്ട് ഈ ഈ വീട്ടുപണികളും തിരക്കും എല്ലാം ഒഴിവാക്കി വെച്ചിട്ട് എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടത്തില്ലേ. ഞാൻ അങ്ങനെയാണ് എൻ്റെ സമയം കണ്ടെത്തുന്നത് കേട്ടോ. അതായത് രാത്രിയിലാണ് ഞാൻ എൻ്റെ സമയം കണ്ടുപിടിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ ജേണൽ എഴുതാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് എനിക്ക് കുറേ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതായത് എനിക്ക് എന്താണ് ആവശ്യം, എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത്, എന്താണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും ഉള്ള ആൻസർ എനിക്ക് ഈ ജേണൽ എഴുത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുതി വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. ഞാനിത് ഒരിക്കലും ചെയ്യാതിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായൊരു മാറ്റമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അഭിപ്രായമൊന്നും അല്ല. ഇത് പല വിദഗ്ധരും പലരിലും പരീക്ഷിച്ച് ഒരുപാട് സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം, അതായത് മീ ടൈം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് ആവശ്യം അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കും കൂടി വാല്യൂ കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത വരുത്തുകയില്ല. പിന്നെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ആ ഒരു വീട്ടമ്മയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ഘടകങ്ങളും ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ സന്തോഷവതി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ചുറ്റുമുള്ളവരെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തെ പോലും അത് ബാധിക്കും. അപ്പോൾ വീട്ടിൽ കലഹങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് കരുതി എല്ലാ ദിവസവും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനോ അല്ലെങ്കിൽ എന്നും നമുക്ക് ഇതുപോലെ ചിന്തിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ഒരു പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളെ ഈ ജേണൽ എഴുത്ത് ഒരുപാട് സഹായിക്കും കേട്ടോ. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതായത് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ കുറച്ച് സമയം നിങ്ങൾക്കൊരു ദിവസം എന്തൊക്കെ സന്തോഷമാണ് ലഭിച്ചത്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പോയിൻറ്റുകളൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾക്കൊന്നും തന്നെ കാണത്തില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും പതിയെ പതിയെ നിങ്ങളുടെ സന്തോഷങ്ങളുടെ എണ്ണം കൂടും. ഉറപ്പാണ് കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളായിട്ട് പറയുന്നത്. ആദ്യത്തെ ദിവസം ഞാൻ ജേണൽ എഴുതാൻ എടുത്തപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എനിക്ക് എഴുതാൻ പറ്റിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ അത് ചെയ്യുന്നത്. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യം കിട്ടി, പിന്നെ 2 കാര്യം കിട്ടി, 3 കാര്യം കിട്ടി. ഇപ്പോൾ ദിവസവും എനിക്ക് 10 കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വായിക്കുകയും കൂടി ചെയ്യണം. എപ്പോഴാണ് വായിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നെടുത്ത് വായിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം പോവും. ഞാൻ എന്ത് കാര്യത്തിലായിരുന്നോ ഹാപ്പി ആയിരുന്നത് ആ കാര്യം വീണ്ടും എനിക്ക് ചെയ്യാനായിട്ട് തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അതിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിരന്തരം ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ ദൈവത്തോട് നന്ദി പറയുക കേട്ടോ. നമുക്ക് എന്തൊക്കെ അനുഗ്രഹം, നമുക്ക് എല്ലാവർക്കും പരാതിയാണല്ലേ, നമുക്ക് അതില്ല ഇതില്ല, എല്ലാം കുറഞ്ഞു പോയി, നമ്മളൊന്നിലും തൃപ്തരല്ലല്ലോ. മനുഷ്യരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, ഒന്നിലും നമ്മൾ തൃപ്തരല്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഇന്ന് നിങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരിടമുണ്ട്, നിങ്ങൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനുണ്ട്, നിങ്ങൾക്ക് മാറി ഉടുക്കാനായിട്ട് വസ്ത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ധനികനെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറൊന്നും തന്നെ ഇല്ല കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ലയെന്ന് പരാതി പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയും അത് നിങ്ങൾക്ക് ബുക്കിലേക്ക് എഴുതി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ചെറിയൊരു ടിപ്പെന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണേ. പിന്നെ നമ്മൾ
കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാനൊരു വ്ളോഗിൽ ഈ ഒരു ഉറുമ്പിൻ്റെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സൊല്യൂഷൻ മേടിച്ചായിരുന്നു. മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ ഇത്. ഞാൻ ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് 160 രൂപയോ മറ്റോ ആയിട്ടുള്ളൂ ഞാനന്ന് മേടിച്ചപ്പോൾ. അപ്പോൾ എനിക്കിത് നല്ല വർത്തായിട്ട് തോന്നി ഈ ഒരു റേറ്റിന്. ഞാനാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും 300-ന് പുറത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മീഷോയിൽ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടത്. ഒരു തവണ അടിക്കുമ്പോഴത്തേക്കൊന്നും അത് പോകത്തില്ല കേട്ടോ. കുറേ തവണ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അതങ്ങ് ചത്തുപോവും. പിന്നെ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഉറുമ്പ്. ഇപ്പോൾ ഇതിൽ കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസാണ് ചേർത്തേക്കുന്നത്. വേപ്പെണ്ണയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ മണമൊന്നും ഈ ഉറുമ്പിന് പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് മയങ്ങി വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഉറുമ്പ് പോകുന്നത്. പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സ്ഥലത്ത് കുറേ ദിവസത്തേക്ക് വരത്തില്ല. പിന്നെ അഥവാ വരുവാണെങ്കിൽ നിങ്ങളൊരു 2-3 തവണ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സന്ധ്യ രവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒന്ന് പറയുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ഇത് ചോദിച്ചത് കൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മീഷോയിൽ കയറി മേടിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.